കാറ്റഗറി നമ്പർ എന്ന് പറഞ്ഞാൽ 379/2025 ഓക്കെ. അപ്പോൾ ഈ പരീക്ഷയുമായി ബന്ധപ്പെട്ടുള്ള കാര്യം പറയാനാണെങ്കിൽ നമ്മൾ തന്നെ നേരത്തെ ഒരു വീഡിയോ സെഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞു പോയ JCAയുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച്, എത്ര വേക്കൻസി ആയിരുന്നു എന്നും എന്തൊക്കെ കാര്യങ്ങളായിരുന്നു, എത്ര രൂപയാണ് അതിനകത്ത് പറഞ്ഞിട്ടുള്ള സാലറി സ്കെയിലും മറ്റു കാര്യങ്ങളെല്ലാം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ. അപ്പോൾ 2025 വന്നപ്പോൾ സ്കെയിൽ ഓഫ് പേയിലെ വ്യത്യാസത്തോടു കൂടിയൊക്കെയാണ് നോട്ടിഫിക്കേഷൻ വന്നിട്ടുള്ളത്. ഓക്കെ. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ നോട്ടിഫിക്കേഷൻ നോക്കുമ്പോൾ അറിയാം എന്താണ് ഡിപ്പാർട്ട്മെൻറ്റും പോസ്റ്റും ഒക്കെ പറഞ്ഞിട്ടുണ്ട്. സ്കെയിൽ ഓഫ് പേ എന്ന് പറയുന്നത് 39,300 മുതൽ 83,000 വരെയാണ് ബേസിക് പേ പറയുന്നത് കേട്ടോ. അപ്പോൾ ഈ ബേസിക് പേയ്ക്ക് പുറമെ DA മറ്റ് അലവൻസും കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. അപ്പോൾ നമ്പർ ഓഫ് വേക്കൻസീസ് 2 കണ്ടത്. അപ്പോൾ 2 നമ്പർ ഓഫ് വേക്കൻസീസ്, പഠിച്ചിട്ട് കാര്യമില്ലല്ലോ എന്നൊക്കെ വിചാരിക്കുന്നുണ്ടായിരിക്കും. അങ്ങനെയൊന്നും വിചാരിക്കേണ്ട. ഓക്കെ. കഴിഞ്ഞ പരീക്ഷയ്ക്ക് എനിക്ക് തോന്നുന്നു JCയുടേത് 3 വേക്കൻസീസാണ് വന്നിട്ടുണ്ടായിരുന്നത്. ആ 3 വേക്കൻസിയിൽ പരീക്ഷ നടത്തിയതിൻ്റെ ഭാഗമായിട്ടാണ് ഏകദേശം 58 പേർക്ക് അഡ്വൈസ് പോയിട്ടുണ്ടായിരുന്നത്. ഓക്കെ. എത്ര പേർക്കാണ്? 58 പേർക്ക് കഴിഞ്ഞ വേക്കൻസിയിൽ എത്ര പോയിട്ടുണ്ട്? അഡ്വൈസ് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അന്ന് 2019 സമയത്ത് 3 വേക്കൻസിയോടുകൂടിയാണ് വന്നത്. ഇപ്പോൾ 2025 അത് 2 വേക്കൻസി എന്ന് വന്നത്. അപ്പോൾ നമുക്ക് ഏകദേശം ഈ അഡ്വൈസോളം നമുക്കൊരു 50-ലധികം അഡ്വൈസുകൾ നമുക്ക് ഇത്തവണ പോകുമെന്നുള്ള പ്രതീക്ഷ വയ്ക്കാം. 40 ഓപ്പൺ കാറ്റഗറിയിൽ 40ഓളം പോയിട്ടുമുണ്ട്. ഓക്കെ. അപ്പോൾ ആ കാര്യങ്ങളെക്കുറിച്ചുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ ഞാൻ മുന്നത്തെ വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ എന്ത് ചെയ്യാം, ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആഡ് ചെയ്തേക്കാം. ഓക്കെ.